മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമ്മുടെ കുടുംബങ്ങളെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരുക്കുടുംബങ്ങളാക്കി മാറ്റുവാൻ, കൂടുതൽ മധുരകരമായി നമ്മുടെ ജീവിതം സ്വർഗോന്മുഖമായി കൊണ്ടുപോകുവാൻ, നമ്മുടെ മക്കളെ, നല്ല കുഞ്ഞു മക്കളെ വിശുദ്ധരാക്കി വളർത്തിക്കൊണ്ടുവരുവാനായി എൻജിസാർമി ഒരുക്കുന്ന പ്രോഗ്രാമാണ് മധുരമൊഴി. ഇത് നമ്മെ സഹായിക്കുവാനെത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ ചേട്ടനാണ്. ജോർജ് ചേട്ടനെ പ്രത്യേകമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് നമ്മളിപ്പോൾ കുടുംബം തലശ്ശേരി രൂപതയിലെ തോമാപുരം ഇടവകയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട സൈച്ചേട്ടനും ദിവ്യചേച്ചിയുമാണ്. അവർക്ക് 3 മക്കളുണ്ട്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. ഞാൻ ഡിഗ്രി പഠിച്ച സമയത്ത് എൻ്റെ കൂട്ടുകാരി ഞങ്ങളെല്ലാവരും കൂടി കോളേജിലുള്ള സമയത്ത് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ക്ലാസ്സൊക്കെ കുറച്ചു പള്ളി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഭജനഭാഗം എടുത്ത് ഷെയർ ചെയ്യലോ ചെറിയ ഇൻ്റർസെഷൻ പ്രയറൊക്കെ ഇടയിൽ കൂടിയിരിക്കുമായിരുന്നു കുറേ നേരം. അപ്പോൾ അന്നൊരിക്കൽ ഒരു പെൺകുട്ടി പങ്കുവച്ചൊരു സംഭവം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, അവൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോഴും പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴും അവൾക്ക് കൂട്ടായിട്ട് അവളൊരു മാലാഖയെ കൂടി ഇരുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കേൾക്കാനായിട്ട്. അവൾ പറയാണ്, കുഞ്ഞിനെ അമ്മ പഠിപ്പിച്ചു കൊടുത്തതാണ്, അതുകൊണ്ട് എപ്പോഴും അവൾ കുഞ്ഞിനെ തന്നെ പേര് പിയോ. അത് കേട്ടപ്പോൾ ഞങ്ങൾ ചിരിക്കാൻ തുടങ്ങി. കാരണം മലയാളികൾക്ക് പരിചയമില്ലാത്ത പേരൊക്കെയാണല്ലോ. എനിക്ക് പിയോ എപ്പോഴും കൂട്ടണം. അവൾ വേണ്ട തൊട്ടടുത്ത ഒരാൾ ഇരിക്കുന്ന പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പയ്യൻ ഇരിക്കുന്ന പോലെ പിയോ കൂടെ നടക്കും, പിയോ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഇതൊക്കെ ഇട്ട് ഞങ്ങൾ കുമിഞ്ഞിരും ചിരിയായിരുന്നു, ആണുങ്ങളെല്ലാവരും കൂടി. കാരണം നമുക്കിത് പരിചയമില്ലാത്ത കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ മുറിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ചിന്തിച്ചത്. ദൈവമേ, കുഞ്ഞുനാളിൽ കന്യാശ്രീമാരും അമ്മച്ചിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വലുതായപ്പോൾ മറന്നുപോയതാണ് ഈ സംഭവം. അപ്പോൾ ഞാനും അന്ന് രാത്രി ഇരുന്നിട്ട് കാവൽമാലാഖ ഞാൻ ഒന്നുകൂടെയൊക്കെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. പണ്ട് കന്യാശ്രീമ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. കാവൽമാലാഖ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ രൂപത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സ്വർഗത്തിന് വിട്ടേക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേരിടണമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് രാത്രി ഒരു 26-ാമത്തെ വയസ്സിലേക്കാണ് ഞാൻ കാവൽമാലാഖയ്ക്ക് പേരിടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കൂട്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയവും. കാവൽ മാലാഖയോടൊപ്പം എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരാം, കാവൽ മാലാഖയുടെ സംരക്ഷണത്തോട് ചേർത്ത് നിർത്ത് സ്വർഗത്തിലേക്ക് നമ്മുടെ മക്കളെ സ്വർഗോന്മുഖരാക്കി എങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് ജോർജേട്ടൻ തന്നെ തുടങ്ങാം. ജോർജേട്ടാ, ഈ കാവൽ മാലാഖ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യവും നമ്മുടെ മക്കളുടെ കുടുംബത്തിൽ അതിനുള്ള റോളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? എനിക്ക് തോന്നുന്നു ആദ്യം കുടുംബത്തിൽ നിന്നുള്ളതൊക്കെ വലിയവർ കുട്ടികളുടെ ഇടയിൽ നിന്നുള്ള മുതിർന്നവർ തന്നെ കാവൽമാലാഖ ഉണ്ട്, അതൊരു അവിടെ സംശയിക്കുകയാണ് പ്രശ്നം. വാസ്തവത്തിൽ ഓരോ മനുഷ്യനെയും മനുഷ്യജീവിയെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യനെയും ജനിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു മാലാഖയും കൂടി ദൈവം നിയോഗിച്ചയക്കുന്നുണ്ട്, നമ്മുടെ ശുശ്രൂഷാത്മാക്കൾ. കാരണം നമ്മൾ കരുതുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വളരെ വിലപ്പെട്ടവരാണ്. ദൈവം കരുതലുള്ളവനാണ്. അപ്പോൾ ദൈവം നമുക്ക് ചേരുന്ന ഒരു മാലാഖ, അത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ അവസാനം നമ്മളുടെ തിരഞ്ഞെടുപ്പും പ്രകാരം സ്വർഗമോ നരകമോ ഒരിടത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് വരെ നാം എന്തെല്ലാം അവസ്ഥകളിലൂടെയും പരിതസ്ഥിതികളിലൂടെയും പാപങ്ങളിലൂടെയും കടന്നു പോയാലും നമ്മോടൊപ്പം നടന്നു നീങ്ങാൻ നിർബന്ധിതനായ ഒരു അരൂപിയാണെന്ന് നമ്മൾ ഓർക്കും. നിസ്സഹായരായിട്ട്. കാരണം അവർ ഒരു സമയത്തും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈവെക്കാൻ അവർക്ക് അധികാരമില്ല. അപ്പോൾ മാലാഖമാരെ നമ്മൾ ഫീൽ ചെയ്യാത്തത്, അല്ലെ മാലാഖ ഇവിടെ ഇരിപ്പുണ്ടോ, അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ഒരു ഫ്രണ്ട് തൊട്ടടുത്തിരിക്കുന്നത് പോലെ സംസാരിക്കുമെന്ന്. സ്വാതന്ത്ര്യം കൊടുത്താലേ അത് പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇരിക്കുന്നു, മാലാഖ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. 2, മാലാഖയ്ക്ക് നമ്മൾ ഒരു പെർമിഷൻ കൊടുക്കണം, വിധേയപ്പെട്ട് കൊടുക്കണം, നമ്മളുടെ അധികാരം കൊടുക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ എനിക്കിവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി പറയാൻ നോക്കി നിൽക്കുകയൊന്നും വേണ്ട, കയറി ആക്ട് ചെയ്തേക്കണം, ഇന്നതൊക്കെയാണ്. അത്രയും സ്വാതന്ത്ര്യം മാലാഖയ്ക്ക് അവിടെ കിട്ടും. ആ ഒരു ഫീലാണ് എനിക്കുള്ളത്. ഇത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുത്തു. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യമാണ്. കാരണം എപ്പോഴും നമുക്കറിയാമല്ലോ, നഴ്സറി സ്കൂളിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് വിടുമ്പോൾ മുതലേ അമ്മ വെളിയിൽ നിൽപ്പുണ്ട് എന്നൊരു അഷ്വറൻസിലാണ് കുഞ്ഞകത്തിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ കളിപ്പിക്കാറുമുണ്ട്. ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിന്നേച്ചാൽ നമുക്കങ്ങനെ നിൽക്കാൻ പറ്റും, അമ്മ പറഞ്ഞു പോകും. പക്ഷേ ഇറങ്ങി വരുമ്പോൾ റെഡി ഉണ്ടെങ്കിൽ കുഞ്ഞ് രക്ഷമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാവൽമാലാഖയെ നമുക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതന്നെയല്ലേ പഴയ ഒരു പടം ഓർമ്മയില്ല എല്ലാവർക്കും. നമുക്കെല്ലാവർക്കും കാവൽമാലാഖയുടെ പടം, കൊച്ച് ഒരു പൊളിഞ്ഞു പോയ ഒരു പാലത്തിലൂടെ പോകുന്നു. അപ്പോൾ കാവൽമാലാഖ പുറകെ ഇങ്ങനെ പല വീടുകളിലൊക്കെ ഫോട്ടോ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയത്തില്ല. ഇത് പടത്തിൽ മാത്രമല്ല, ഈ ഏറ്റവും അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധരുടെ ജീവിതത്തിൽ തന്നെ പാദ്രെ പിയോ, വിശുദ്ധ ജമ്മ ഗിൽഗാനി, വിശുദ്ധ ഇസിദോർ, ഇങ്ങനെ ഒരു പിടി വിശുദ്ധരുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് പേഴ്സൺ ടു പേഴ്സൺ ഇഷ്ടപ്പെട്ട ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ കേട്ടോ. വീട്ടിലാണല്ലോ കൂടുതൽ ഇന്നത്തെ അനുഭവങ്ങൾ, റിച്ചായിട്ടുള്ള അനുഭവങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് ബൈബിളിലെ ജോബിൻ്റെ പുസ്തകത്തിൽ
ജോബിനെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി സാത്താൻ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഭാഗമുണ്ടല്ലോ. സാത്താൻ പറയുന്നുണ്ട്, നീ അവൻ്റെ വീടും അവൻ്റെ സമ്പത്തും കുടുംബാംഗങ്ങളെ എല്ലാം വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയല്ലേ. ഞാൻ വിചാരിക്കുന്നു ഈ വേലിയുടെ പേരാണ് കാവൽമാലാഖ. ചിറകുകൾ കൊണ്ട് നമ്മുടെ കുടുംബത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ? സംരക്ഷണത്തിന് വലിയൊരു വലയം, കോട്ട തീർത്ത അനുഭവങ്ങൾ. തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് കൃഷി സ്ഥലമുള്ളത്. അത് മലബാർ ഏരിയയാണ്. അപ്പം വന്യമൃഗങ്ങളുടെ ഉദരങ്ങളെല്ലാം ഉണ്ട്. ഫസ്റ്റ് ചാൻസ് റീപ്ലാന്റേഷൻ റബ്ബർ തോട്ടമാണ്. റീപ്ലാന്റേഷൻ്റെ ശേഷം സെക്കൻഡ് പ്രാവശ്യം ആയപ്പോഴത്തേക്കും വന്യമൃഗങ്ങളുടെ ഭയങ്കര ഉദരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നൊരു കൺഫ്യൂഷനായിരുന്നു ജോലിക്കാർക്ക് ഞങ്ങൾക്കെല്ലാം. അപ്പോൾ വേലി കെട്ടി തിരിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റാകും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ തോന്നി, തമ്പുരാനിൽ ആശ്രയിക്കാൻ ഒരു അവസരമാണല്ലോ, കാവൽമാലാഖയുടെ സംരക്ഷണം നേടാനൊരു അവസരമാണല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു വിശ്വാസത്തോട് ഞങ്ങൾ ജോലിക്കാരോട് പറഞ്ഞു. അത് ഒഴിവാക്കി നമ്മൾ ഒന്നും ചെയ്തില്ല, എല്ലാം ഒഴിവാക്കി. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഈ സ്ഥലത്തെയും പുതിയതായിട്ട് റീപ്ലാന്റ് ചെയ്യുന്ന മരങ്ങളെയും പഴയ മരങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾ കേൾക്കുന്നുണ്ട്, കുട്ടികൾ കൊടുത്ത് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, എല്ലാ ദിവസവും പ്രാർത്ഥന ശേഷമാണ്. അപ്പോൾ അതിന് ശേഷം റബ്ബർ പ്ലാന്റ് ചെയ്തു. ഫസ്റ്റ് ഇയറിൽ അന്നേരം തന്നെ റബ്ബർ തന്ന ആൾക്കാർ പറഞ്ഞു ആ സ്ഥലത്ത് നമ്മൾ റബ്ബർ പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലുപൊടിയൊക്കെ ഇട്ട് വെക്കുമല്ലോ. അപ്പം പുള്ളിക്ക് റബ്ബർ നേഴ്സറിക്കാരൻ പറഞ്ഞു പുള്ളിക്ക് ആ ഭാഗത്ത് സ്ഥലമുണ്ട്, അവിടെ അത് അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പന്നി ഇത് കൊണ്ടുപോകും, ഉറപ്പാണ്. പുള്ളിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അത് ഇടരുതെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പറഞ്ഞതല്ലോ എന്നിട്ട് ഞങ്ങൾ അത് ചെയ്തില്ല. പക്ഷേ അത് പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പം പിണ്ണാക്ക് പിടിച്ചിരുന്നല്ല എന്നൊരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ പിള്ളേർക്ക് പൊടിച്ചിട്ട് കഴിഞ്ഞപ്പം ചെയ്തവർ പറഞ്ഞു ചെയ്ത് ഭയങ്കര മണ്ടത്തരമായിപ്പോയി, പൊടിച്ചിട്ടാൽ പോലും അത് പ്രശ്നമാകും, വന്ന് പ്രശ്നമാകും. നമ്മൾ അന്നേരം കുറച്ചുകൂടെ പ്രാർത്ഥന ശക്തമാക്കി. ഏതായാലും മഴക്കാലം വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പന്നികൾ വന്നിട്ട് എല്ലാം ചുവടെല്ലാം ഇളക്കി തന്നിട്ട് പോവാ, ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ചുവടൊന്നും പിണ്ണാക്കെല്ലാം ഇളക്കി തന്നു. അത് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര അനുഭവം. ഞങ്ങളത് മക്കളെ കൊണ്ട് സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരും ഇങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അത് കുറച്ച് നമ്മൾ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. അതിനുശേഷം കുറച്ച് നാല് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മുടെ അയലോകത്തും സ്ഥലങ്ങളുണ്ട്, ആൾക്കാർക്കും ബുദ്ധിമുട്ടൊക്കെയുണ്ട്. പക്ഷേ ഒരു ദിവസം ഞാൻ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ പപ്പായ പറിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു 3-4 പീസ്. അന്നേരം ഈ അയലോകത്തെ അത്ഭുതപ്പെട്ട് ചോദിച്ചു, ഇത് ഇവിടുന്ന് ഇതെങ്ങനെ കിട്ടി? ഇത് ഞങ്ങളുടെ പറമ്പിൽ തെങ്ങോ അല്ലെങ്കിൽ വാഴക്കൊല ഒന്നും നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. ആരും ഉപദ്രവിക്കാതെ എങ്ങനെ കിട്ടി? അവർക്ക് അത്ഭുതം, അവർക്ക് അത്ഭുതമാണ്. അത് കുരങ്ങ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട്, ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം അവർക്ക് അത്ഭുതം. ഞങ്ങൾക്ക് അത് കുറച്ചുകൂടെ താഴെയായിട്ട് പോലും, ഞങ്ങളുടെ അത്രയും ശല്യം ഇല്ലേ പോലും, ദൂരെയാണെങ്കിൽ പോലും അവർക്കത് അത്ഭുതമായിട്ട് നമ്മൾ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ആദ്യം പറഞ്ഞു ഇങ്ങനെ നമുക്ക് കുഴപ്പമില്ലാന്ന്, ജസ്റ്റ് നമുക്ക് അങ്ങനെയാണല്ലോ ആദ്യം പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കൂടുതലാണ്. അവർക്ക് ഏത് രീതി സ്വീകരിക്കുന്ന തരത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സംരക്ഷണമുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ചേച്ചിക്ക് വീട്ടില് മക്കളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ, പിള്ളേരെ ചെറിയ കാര്യങ്ങളിലൊക്കെ മാലാഖ ഇടപെടുത്തുന്ന ചെറിയ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടോ? ഇത് ഞങ്ങളെ സ്ഥിരം ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട അവരും കേട്ട് മാലാഖയോട് കൂടുതൽ, ഉണ്ണീശോയോടും മാലാഖയോടും കൂടുതൽ അടുപ്പം അവർ കാണിക്കാറുണ്ട്. അപ്പം ചെറിയ മോനൊക്കെ LKG ആദ്യം വിട്ടപ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ കൂടെ പോയി ബസ് കയറ്റി വിട്ട് ഭയങ്കര പേടിയോടെയാണല്ലോ എല്ലാം വിടുന്നത്. പക്ഷെ ഞങ്ങളതിന് പകരം ചെയ്യാറുള്ളത് മോനോട് പറയും, മൂത്തവരോടും അങ്ങനെയായിരുന്നു, മോനോട് പറയും ഒരു കയ്യിൽ ഉണ്ണീശോനെ പിടിച്ചോണം, കയ്യിൽ പിടിച്ചോണം, മറ്റേ കയ്യിൽ കാവൽമാലാഖേനെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് വേണം. പിന്നെ ഇച്ചിരി ഇറക്കമാണ്, ഓടി പോകുമ്പോൾ ഇത് ആകെ ചെറുതാണ് മെലിഞ്ഞിട്ട്, അപ്പൊ വീണ് പോകാതിരിക്കും ഇങ്ങനെ പറഞ്ഞു വിടും. അപ്പൊ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോണ്ട് ഇവൻ 2 കൈ തോളത്ത് സഞ്ചിയുണ്ട്, 2 കൈ ഇങ്ങനെ നീട്ടി 2 സൈഡിലോട്ട് പിടിച്ചു നീട്ടി വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു നീ എന്തിനാ കൈ നീട്ടി വെച്ചേ? ഒരു കയ്യില് ഈശോ, മറ്റേ കയ്യില് കാൽമാലാഖ പിടിച്ചു. കൊച്ചു ശരിക്കും പിടിച്ച അനുഭവത്തോടെ അങ്ങ് ഓടിപ്പോവുകയാണ്. കൊച്ചു ഇങ്ങോട്ട് ഉറപ്പിച്ചു തരികയാണ് എന്റെ അടുത്തൊക്കെ നിങ്ങളൊക്കെ ഇവരൊക്കെ തന്നെ ഉണ്ടെന്നുള്ളത്. കാരണം അത് കണ്ടപ്പോൾ നമുക്കും കുറച്ചും കൂടെ, കാരണം നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല കൊച്ചിനെ സ്കൂളിൽ വിടുന്നതിനോ ഓടിപ്പോയാലോ, കാരണം അവർ കൂടെ ഉണ്ട്, നമ്മൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് നിങ്ങൾക്കുള്ള വലിയൊരു സുവിശേഷമാണ് ചേച്ചി പറഞ്ഞതെന്ന്. നമുക്ക് എല്ലാവർക്കും ആകുലതയാണ് എപ്പോഴും. നമ്മുടെ മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ, അവർ പഠിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് കേരളം കടന്നൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ അവരെന്തായിത്തീരും, എങ്ങനെയായിത്തീരും. ഇതുപോലെ കുഞ്ഞുങ്ങളെ ആദ്യ നാളുകൾ മുതൽ തന്നെ നിങ്ങളുടെ മാലാഖ കൂടെയുണ്ട്, ഉണ്ണിയുടെ കരം പിടിക്ക്, നിങ്ങൾക്ക് സ്വർഗം സംരക്ഷണം തരും എന്നൊക്കെ പറഞ്ഞു വളർത്തി കഴിഞ്ഞാൽ ജീവിതത്തിന് ഏതറ്റം വരെ പോയാലും അവർക്ക് കരം ഇങ്ങനെ തന്നെ ഇരിക്കും. ഏത് പാതാളത്തിലോട് പോയാലും, ഏത് അപകടത്തിൽ അവരുടെ കരം ഒരു കയ്യിൽ ഈശോയും ഒരു കയ്യിൽ മാലാഖയും എന്ന് ഉറപ്പ്. ചേച്ചി പറഞ്ഞു.
ചെറിയ മക്കള് രണ്ടാമത്തെ ആൾ ഇത്തിരി കുസൃതിയുണ്ട്. കുസൃതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് ഇവള് നോക്കുമ്പോഴേ ഈശോയ്ക്ക് പോയിട്ട് ഭയങ്കര ഉമ്മ കൊടുക്കും. ഈ കൈ മാത്രം ഇങ്ങനെ ഇങ്ങനെ എണ്ണുന്ന കാണാം നമ്പർ വെച്ചിട്ട്. ഇത് എന്താന്ന് ചോദിച്ചാൽ അവള് പറയൂല. അപ്പൊ ഈശോയുടെ നെറ്റിയിൽ 2 കവിളില് ഇങ്ങനെ നേരെ ആയിരിക്കുന്നത്, നമുക്ക് എത്തുന്ന പോലെ ഈശോ വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇവള് എന്ത് ചെയ്താലും പറയില്ല എന്ത് ചെയ്തേ. അവസാനം ഇത് പറയുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഇച്ചിരി കുസൃതിയാണ്. എന്നാലും എന്തിനാണ് അതെ, ഇന്ന് ടീച്ചർ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാവൽമാലാഖയോട് ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ടീച്ചറോട് പറഞ്ഞു ഞാൻ ഇന്ന് 5 ഉമ്മ തന്നേക്കാം. സ്പിരിച്വൽ ബ്ലാക്ക് മെയിലിംഗ് പോലെ ഇതൊരു സ്പിരിച്വൽ ബ്രൈബ്. ഇപ്പൊ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാല് ഇതിന്റെ എണ്ണം ഇങ്ങനെ കൂടി നമുക്ക് വൈകുന്നേരം വരുമ്പോഴറിയാം ഇവള് ഓടി ബാഗ് വെച്ചിട്ട് ആദ്യം പോണത് ഈശോയുടെ ഉമ്മ കൊടുക്കാനായിരിക്കും. അപ്പൊ ആദ്യം ഒന്നും ഈ ചെറിയ ഇങ്ങനത്തെ സംഭവങ്ങളായോണ്ട് ഇവള് മിണ്ടൂല ആദ്യമൊന്നും. നമ്മളോട് പറയില്ലായിരുന്നു എന്താന്നുള്ളത്. ഞാനിങ്ങനെ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പുസ്തകം മേടിച്ചു കൊടുക്കേണ്ട വിശുദ്ധ ജമ്മ ഗൽഗാനി. ഭയങ്കര കാവൽമാലാഖയുടെ മുഴുവൻ സംരക്ഷണം ബാല്യം മുതൽ അനുഭവിച്ചു വന്ന ആളാണ്. അത് 1-2 കുഞ്ഞു സംഭവങ്ങളെ ഓർക്കുന്നതാണ്. വിശുദ്ധ ഇങ്ങനെ ഇച്ചിരി മടിച്ചൊക്കെയായിരുന്നു ചില സമയങ്ങളിലൊക്കെ. അപ്പോൾ അടുത്ത മുറി ഇപ്പോൾ ഈ പുസ്തകം ഒന്നും എടുത്തുകൊണ്ടിരാൻ പറ്റത്തില്ലേ. അപ്പോൾ ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ പൊന്ന് കാവൽമാലാഖയല്ല, ആ പുസ്തകം എടുത്തുകൊണ്ട് പോവാം. കാവൽമാലാഖ അടുത്ത് മുറി പുസ്തകം എടുത്തുകൊണ്ട് കൊടുക്കും. ഞാനത് വായിച്ച് വിളിച്ചിരിക്കുക. അത് കഴിയുമ്പോഴത്തേക്കാണ് അടുത്തത് ഒരു ദിവസം ഇതെല്ലാം സഭ ഇതെല്ലാം അറിയും. പിന്നെ ലോകം അറിയുന്നത് ഈ വിശുദ്ധ ജമ്മ അദ്ദേഹത്തിന് അവളുടെ പുരോഹിതൻ കുമ്പസാരക്കാരനായ അച്ഛൻ അയച്ച എഴുത്തിൽ നിന്നാണ് ഇതെല്ലാം അറിയുന്നത്. അപ്പോൾ ഒരു ദിവസം അവൾക്ക് എഴുത്തെഴുതാനായിട്ട് എഴുത്തെഴുതി സ്റ്റാമ്പ് ഒട്ടിക്കാൻ പൈസ ഇല്ല. അപ്പോഴത്തേക്ക് ഇവള് വേഗം എഴുത്തൊക്കെ എഴുതി മടക്കി ഒട്ടിച്ചിട്ട് അത് 100 മൈൽ അപ്പുറം പോകേണ്ട സാധനമാണ്. ഇവള് കാവൽമാലാഖയോട് പറയുകയാണ് ഇതൊന്ന് കൊണ്ടുപോയി അപ്പുറേ അച്ഛൻ്റെ കാവൽമാലാഖയുടെ കൊടുത്തേക്ക്, അപ്പോൾ അച്ഛന് കിട്ടുമല്ലോ. അച്ഛൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ അടുക്ക് ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ചെറുപ്പക്കാരൻ പയ്യൻ കൊണ്ട് തന്നിട്ട് എനിക്ക് ലെറ്റർ തന്നിട്ട് പോയി. അത് അവളുടെ എഴുത്തായിരുന്നു. അത് അതേൽ എന്താ പറയുക സ്റ്റാമ്പ് പോലും പതിച്ചിട്ടില്ലായിരുന്നു. അച്ഛൻ അത്ഭുതത്തോടെ പറയാണ് ഇത് സംഭവിക്കും ഈ ഭൂമിയിൽ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം വീട്ടിൽ ഇതുപോലെ കാവൽമാലാഖ ഇടപെട്ട് ഒരു വ്യക്തിയോട് ഇടപെട്ട രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ എടുത്ത് പറയാവുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞത് ഒരു ചേച്ചി ചെറിയ കാര്യത്തില് കുഞ്ഞു കാര്യം മതി പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് മുഖം മാറ്റിപ്പോവും. അപ്പം എന്തിനാണെന്ന് എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ചിരിച്ചു കാണിക്കുമ്പോൾ ആള് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും മുഖം തരാതെ പെട്ടെന്ന് ചില വ്യക്തികൾ നമുക്ക് മനസ്സിൽ ദേഷ്യമുള്ളവരൊക്കെ. അപ്പം 2 ദിവസം പ്രാവശ്യം ഞാൻ നോക്കി ഒരു രക്ഷയില്ല, മുഖം തരുന്നില്ല. അപ്പം ഞാൻ നേരെ ഇങ്ങനെ കാവൽമാലയോട് പറഞ്ഞു എൻ്റെ കാവൽമാലാഖയെ ഞാൻ നിന്നെ വന്ദിക്കുന്നു, അപ്പോൾ ആ ചേച്ചിയുടെ കാവൽമാലാഖയെ പോയിട്ട് വന്ദിക്കണേ, എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ ഒന്ന് നോക്കി ചിരിക്കാൻ പറയണേ, എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഈ വിഷമിച്ച് പോകുന്ന കാണുമ്പോൾ എനിക്കൊരു വിഷമം. അപ്പോൾ അതൊന്ന് ചെയ്യണേന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോയി. തിരിച്ചിറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു മാലാഖയെ ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചേച്ചി മുഖം വെട്ടിച്ച് പോയില്ല, നിൽപ്പുണ്ട്. ഞാൻ വേഗം പോയിട്ട് ചിരിച്ചു കാണിച്ചു. അന്നേരം സാധാരണ പോലെ വന്ന് ചിരിച്ചു. സാധാരണ നോർമലി ഒരാൾ സംസാരിക്കും ഇല്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ ആ ഒരു അനുഭവം. അതുപോലെ തന്നെ മക്കളും പറയുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു സഹായം ഒരാളുടെ അടുത്തുനിന്ന് വേണമെങ്കിൽ, ഒരു ബുക്ക് വേണമെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പറയണേ, ആ സാധനം ഒന്ന് കൊണ്ടുതരാൻ പറയണേ. നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിയാ. ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരിയോട് ഇരുന്ന് പറയുന്നത് കേട്ടു. പക്ഷേ അതിന് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽ അത്രയ്ക്ക് പെട്ടിട്ടില്ലാത്ത എൻ്റെ മൂത്ത മക്കളെ പൊതുവെ എല്ലാവരും തന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കയറ്റി വിടാനുള്ള ഒരു പല സാഹചര്യം കൊണ്ടും അങ്ങനെയായിരുന്നു. പക്ഷെ വളരെ തിരക്ക് പിടിച്ച കോട്ടയം നഗരവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ എൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ സാധ്യമാകുമായിരുന്നു. അപ്പോൾ ഒരു 4ാം ക്ലാസ് മുതലൊക്കെ ഇവർ സ്കൂൾ ബസ് കയറി പോകും. അപ്പോൾ ഞാനത് പ്രപ്പോസ് ചെയ്തപ്പോൾ ഭാര്യയ്ക്ക് വലിയ അങ്കലാപ്പായിരുന്നു, ഭയങ്കര ഭയമായിരുന്നു. ഞാൻ സാരമില്ല ദൈവം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പിന്നെ എൻ്റെ ആ അധികാരത്തിൻ്റെ മുമ്പിൽ അങ്ങ് വിട്ടതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവൾ ഇപ്പോൾ കൂട്ടുകാരോട് പറയുമ്പോഴാണ് ഞാനത് ശ്രദ്ധ എനിക്ക് വരുന്നത്. അന്ന് വിടാതിരിക്കാൻ വയ്യ, ഞാൻ പറഞ്ഞതുകൊണ്ട് വിടാൻ വയ്യ ആശങ്ക കൊണ്ട് ആ സമയത്ത് കാവൽമാലാഖ ഏൽപ്പിച്ചു വിടുമായിരുന്നു എന്ന് പറയുക. അത് അന്ന് മുതലേ ഓരോ അനുഭവങ്ങൾ. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് എന്നെ ശ്രദ്ധ ആകർഷിച്ചത്. ഇതുകൊണ്ട് ഒരു അപകടം ഉണ്ടാകാതെ എത്തി എന്നുള്ളതല്ല അവിടെ ഊന്നൽ കൊടുത്തത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബസ് സ്റ്റോപ്പിലെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ബസ് നിൽക്കുക. റോഡ് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജംഗ്ഷനാണത്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച ഒരു ജംഗ്ഷനും കൂടെ. അവിടെ പിള്ളേർ വന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴായിക്കോട്ടെ ഇങ്ങോട്ട് പോകുമ്പോഴായിരിക്കോട്ടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്നുകിൽ ട്രാഫിക് പോലീസുകാരൻ വന്ന് അവരെ കിട്ടിയപ്പുറത്ത് വിടും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു ചേച്ചി. അപ്പോൾ ഞാൻ പറയാം, കാവൽമാലാഖ ഒരു അദൃശ്യ രൂപത്തിൽ വരുന്നതിനപ്പുറത്ത്
വളരെ വളരെ ദൃശ്യമായ രീതിയിൽ, അല്ലെങ്കിൽ ആരെങ്കിലും മലഹ പ്രചോദിപ്പിക്കുന്നതായിരിക്കും. ആ രീതിയിൽ ഒരിക്കൽ പോലും ആ ഒരു പ്രായത്തിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ എത്തുന്നിടം വരെ അവരൊറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ല എന്ന് ഭാര്യ പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പാതിരപ്പയുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഈ ദൃശ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. കാവൽമാലാഖയായിട്ട് ബന്ധപ്പെട്ടെ പാതിരപ്പിയ പറയാറുണ്ട്, ഒത്തിരി പണികളൊക്കെ ചെയ്തു തീർക്കാറുണ്ട്. ഒന്ന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാതിരപ്പിയ ഇങ്ങനെ കുറേ അസൈൻമെൻറ്റുകൾ ഒരുമിച്ച് വരുമ്പോൾ പറയും, അതെ എൻ്റെ പൊന്ന് കാവൽമാലാഖയല്ലേ, ഇത്തരം പണികളൊക്കെ തീർക്കാറുണ്ട്, പറ്റുമെങ്കിൽ അവിടെയൊക്കെ പോയി എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ്. ഇതാണ് പാതിരപ്പ, ഇതാണ് എൻ്റെ ബൈ ലൊക്കേഷൻ എന്ന് എല്ലാവരും പറയുന്നത്. പാതിരപ്പിനെ പല സ്ഥലത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ബൈ ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ. പാതിരപ്പി കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഞാനല്ല, എൻ്റെ കാവൽമാലാഖനെ ചെയ്യാൻ പറഞ്ഞു. ഒരു നല്ല ഉദാഹരണം ഉള്ളത്, പാതിരപ്പി ഒരു ദിവസം വൈകിട്ട് ഗ്രോട്ടോ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാതിരപ്പി ഇങ്ങനെ ഗ്രോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സഹോദരൻ, അത്യാവശ്യമായിട്ട് പ്രാർത്ഥനാ സഹായമുള്ളൊരു അത്യാവശ്യമായിട്ട് സഹോദരൻ അതുവഴി വന്ന് പാതിരപ്പിയുടെ അനുഗ്രഹം മേടിക്കും. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് ഒന്ന് പോകാൻ വേണ്ടി പോവുക. അപ്പോൾ മനുഷ്യൻ നോക്കിയപ്പോൾ പാതിരപ്പി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പാതിരപ്പിയുടെ പ്രാർത്ഥന ഒരിക്കലും മുടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ആ വ്യക്തിയുടെ കാവൽമാലാഖയോട് പറയാണ്, ഒന്ന് പാതിരപ്പിയോട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു അനുഗ്രഹം മേടിച്ചു തന്നേര്. ഈ പുള്ളി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാതിരപ്പിയുടെ കൈ പറയുന്നത് കൃത്യമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് അനുഗ്രഹം കൊടുത്തിട്ട് മടങ്ങിപ്പോയെന്ന് പറയുന്നത്. അതായത് കാവൽമാലാഖ പ്രാർത്ഥന തുടരുന്നതാണ്. പാതിരപ്പിയോട് പ്രാർത്ഥന തുടരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും അറിയാതെ ഒരു അനുഗ്രഹത്തിൻ്റെ കരമൊക്കെ ഇങ്ങോട്ട് ചലിച്ചിട്ട് മാറിപ്പോവുക. അതായത് നമ്മളെടുക്കേണ്ട പല കാര്യങ്ങളും മാലാഖമാർ തന്നെ അങ്ങ് ഏറ്റെടുത്ത് കുറേ പണികളൊക്കെ അങ്ങ് ചെയ്തു തരാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്ത് എളുപ്പമുള്ള പരിപാടിയാണ്. വീട്ടിൽ അമ്മമാർക്ക് ഒത്തിരി പണിയുണ്ടെങ്കിൽ, മക്കൾക്ക് കുറേ പണി തീർക്കാനുണ്ടെങ്കിൽ, അത്ര സിമ്പിളായിട്ടുള്ള സ്പിരിച്വൽ ഷോർട്ട് കട്ടുകളാണ് കാവൽമാലാഖ. ചേച്ചി പറഞ്ഞോളൂ, ചേച്ചിയുടെ അനുഭവം പറഞ്ഞോളൂ മേഖലയിലുള്ള. ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കാര്യം, ഞങ്ങൾ ഒരു ഹൈന്ദവ സുഹൃത്താണ്. ഒരുപാട് വിദ്യാഭ്യാസമൊന്നും ഇല്ല, പക്ഷെ ഞങ്ങളായിട്ട് നല്ലൊരു അടുപ്പമുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ സുഹൃത്താണ്ട് ഫോൺ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ലൗഡ് സ്പീക്കറിലാണ് ഇടാറ്. അപ്പോൾ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ റൂമൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സഹോദരൻ ഇങ്ങനെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ, ഞങ്ങളുടെ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ തപ്പി നടക്കുകയാണ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്. വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഫോർമാലിറ്റിക്ക് പറഞ്ഞതാണ്. അപ്പോഴത്തേക്കും ഉടനെ എടുത്ത വയൽ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മുഖ്യദൂതന്മാരില്ലേ? ഹിന്ദുവാണെന്ന് പറയുന്നത് നോക്കണം. ഇത് വചനം പറയുന്ന പറയാ, അവനിത് വിജ്ഞാനികളിൽ നിന്ന് വിവേകളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അന്യഭാഷ സംസാരിക്കുന്നവരിലൂടെയും ഇവൻ അവരോട് അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു ഷോക്കായി പോയി, കാരണം മോളും അടുത്തിരിപ്പുണ്ടേ. മോളത് കേട്ടിട്ട് പുള്ളിങ്ങനെ മൂക്കലിങ്ങനെ വെച്ചു, കാരണം അവര് ഇല്ലെന്ന് ഇങ്ങോട്ട് ചോദിച്ചതുകൊണ്ട്. കാരണം അപ്പൊ ഞാൻ പറഞ്ഞുണ്ട്. അപ്പൊ ഉടനെ പറയാണ്, ദൈവത്തിന്റെ ഹിതങ്ങൾ മുഴുവനും നടപ്പിലാക്കുന്നത് മുഖ്യദൂതന്മാരാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ട്, എന്താണ് നിങ്ങളിൽ നടപ്പിലാകേണ്ടതെന്ന് ആകെ അറിയാവുന്നത് അവർക്കാണ്. അപ്പം ദൈവത്തിന്റെ ഡയറക്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് അവർക്കാണ്. അപ്പൊ അവരോട് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞാൽ മതി, അവര് ബാക്കി ചെയ്തോളും, നിങ്ങൾ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. സമാനമായ അനുഭവം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായി. ഞാൻ എൻ്റെ PG സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് മദ്രാസിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിത് കിട്ടാത്തതിൽ ഇച്ചിരി വിഷമവും, ഞാനപ്പോൾ കർത്താവ് എന്താ വരാത്തതൊക്കെ ചോദിച്ചിരിക്കുക. അപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ആൻറ്റിനോട് പറയുകയാണ്, അച്ഛൻ എന്താ അത് മാലാഖനെ ഏൽപ്പിക്കാൻ എന്താ. ഞാൻ ഫോൺ ചെയ്തിട്ടാണ്, അച്ഛൻ ഇപ്പം തന്നെ നമുക്ക് റാഫേൽ മാലാഖ മാധ്യസ്ഥ അപേക്ഷിക്കാം ഇപ്പം തന്നെ എന്ന് പറഞ്ഞ് ഞാനപ്പോൾ കോളേജിൽ ഇരിക്കുകയാണ്. ഞാൻ ചമ്മിയിട്ട് ഞാൻ ചെവിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ ക്ലാസ് എല്ലാവരും കേൾക്കുമല്ലോ. കൃത്യം 3-ാം ദിവസം സംഭവം വീട്ടിലെത്തി. എന്നെ അമ്മ വൈകുന്നേരം വിളിച്ചവരാണ്, നിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടുവന്നാൽ മതി, ഇതാണ് നോക്കാൻ പറഞ്ഞത്. ഇത് അത്ര ഇതാണ്, കൃത്യതയോടെയാണ് അവർ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അച്ഛാ അത് ഓർത്തോണം, അച്ഛൻ്റെ കാവൽമാലാഖ ഇടപെടുന്ന എല്ലാ കാര്യത്തിനകത്തും അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുകയല്ല. അച്ഛന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാവൽമാലാഖ എനിക്ക് വേണ്ടിയാണ്, എനിക്ക് പകരമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാതിരപ്പിയുടെ കാര്യമൊക്കെ പറയുമ്പം അവിടെയും പാതിരപ്പിയോ വന്നായിരുന്നു, ഇവിടെയും പാതിരപ്പിയോ ഉണ്ട്. എന്തുകൊണ്ട് അവിടെ ദൂതനായിട്ടോ മറ്റേതെങ്കിലും വേഷത്തിലോ പോകാൻ വയ്യ എന്ന് വെച്ചാൽ പറ്റില്ല. കാരണം ആ ചെയ്യുന്നതിൻ്റെ ഈ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ പെർമിഷൻ നമ്മൾ ഇതിൽ നടക്കുക. അപ്പം നമ്മളെ സഹായിക്കുക മാത്രമാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റഫായൽ മിക്കവാറും ഇതുപോലുള്ള എഴുത്ത് ഇടപാട് അങ്ങേരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മെസ്സഞ്ചർ, ദൈവത്തിൻ്റെ മെസ്സഞ്ചറാണ്. നമ്മൾ സഹായം അപേക്ഷിക്കുന്നു എന്നുള്ള ആ ഒരു നിലയിലാണ്. അപ്പം നമ്മൾ ആ ഒരു അപ്രോച്ചിൽ വേണം അതിനെ കാണാൻ. ഇത് ബൈബിൾ സാക്ഷ്യം നൽകുന്നത് അവർ ശുശ്രൂഷാത്മാക്കളല്ലയോ, അവർ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഏർപ്പാടാക്കിയിരിക്കുന്ന ആളുകളാണ്. പിന്നെ ഇഷ്യൂ എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ മരണത്തിന് വിധേയരായതുകൊണ്ട്
അവരെക്കാൾ നമ്മൾ ഒരു പടി താഴെയാണ് നിൽക്കുന്നത്. ഇനി സിമ്പിളായിട്ട് എനിക്കത് പറയാറുണ്ട്. രാജാവിൻ്റെ ഒരു മകനുണ്ടായാൽ ആ മകനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സാറിനെ ഏൽപ്പിക്കും. ആ സാറ് 2 2 4 പഠിച്ചില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു അടിയൊക്കെ കൊടുക്കും. രാജകുമാരനാണ്, പക്ഷേ അടിയൊക്കെ കൊടുക്കും. സാറിന് വിധേയപ്പെട്ട് പഠിക്കാൻ ബാധ്യതനാണ്. പക്ഷേ ഈ സാറിനും അറിയാം ഇവൻ നാളെ കിരീടം തലയിൽ വെക്കേണ്ടവൻ. ഏതാണ്ട് ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും മാലാഖമാർ കൈകാര്യം. നമ്മൾ മക്കളായിട്ട് ദൈവപുത്രന്മാരും പുത്രിമാരുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവപുത്രനെയും ദൈവപുത്രിയാണ് ശുശ്രൂഷിക്കുന്നത്. നല്ല ബോധ്യത്തോടെ ആയിരിക്കും അവർ നിൽക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ അവരുടെ മേൽ നമുക്ക് കുതിര കയറാമെന്നല്ല, നമ്മളിപ്പോൾ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കാൻ ബാധ്യസ്ഥരുമാകുന്നു. ആ ഒരു ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ ഇത് കാണണമെന്ന് എനിക്ക് തോന്നുന്നു. തിരുസഭയിൽ വിശുദ്ധ ഇസിദോറാണ് ഈ ജമ്മയെ കഴിഞ്ഞ വിശുദ്ധ ഇസിദോറിനാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ അനുഭവങ്ങൾ എക്സ്പ്ലിസിറ്റ് ആയിട്ടുണ്ടായെന്ന് പറയപ്പെടുന്നത്. ഇസിദോറിൻ്റെ കുറേ അനുഭവം രസകരമായിരുന്നു. ഭയങ്കര തമാശക്കാരൻ്റെ വിശുദ്ധനായിരുന്നു ഇസിദോർ. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യണം പ്രത്യേക സ്ഥലത്ത്. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ഷെഡ്യൂളുകൾ പറ്റാറില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ആശം പള്ളിയിൽ പോകും, കുർബാനയ്ക്ക് പോകും. അപ്പോൾ കൂടെയുള്ള ജോലിക്കാർക്ക് ഇത് ഇഷ്ടമില്ല. അവർ എന്നിട്ട് അവിടുത്തെ മുതലാളിയോട് പറഞ്ഞു, ഇസിദോർ പണി സമയത്ത് വരുന്നില്ല, പണി തീർക്കുന്നില്ല, അല്ലാതെ പള്ളിയിൽ പോവുകയാണ്, അവൻ കറങ്ങിടക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് മുതലാളിക്ക് അറിയാം ഇസിദോർ നല്ല മനുഷ്യനാണ്. എന്നാൽ ഇവർ പറഞ്ഞ സ്ഥിതിക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇസിദോറിനെ തപ്പി വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ രാവിലെ പള്ളിയിൽ പോകേണ്ട സമയം ആകാറാകുവാണേ. നോക്കിയപ്പോൾ ഇസിദോറിന് അടുക്ക് നിൽക്കുന്നു, അപ്പുറം ഇപ്പുറം 2 ദൈവദൂതന്മാരിന്ന് പണിയെടുക്കുന്നത്. ഈ മുതലാളിക്കും അവിടെ ചുറ്റുപാട് നിൽക്കുന്നവർ ഭയങ്കര ദൈവാനുഭവത്തിൻ്റെ സമയമായിരുന്നു. ഇതൊന്ന്. രണ്ടാമത് ഇസിദോറിൻ്റെ അനുഭവം ഒരല്പം കൂടി രസകരമാണ്. ഇസിദോർ ഒരു പാടം സൂക്ഷിപ്പുകാരാണ് കുറച്ച് നാളെ. അപ്പോൾ കൃഷിസ്ഥലത്തെ അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഈ കാക്കകളുടെയും അതുപോലെ ഈ വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന കുറേ ശല്യം ഉണ്ടായിരുന്നു. ഇസിദോർ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇത് വന്ന് കാക്കകൾ അല്ലെങ്കിൽ പക്ഷികൾ വന്ന് ഇത് കൊത്തിയെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇസിദോർ എന്ത് ചെയ്താൽ ഇസിദോർ കാവൽ മാലാഖനെ ഏൽപ്പിച്ചിട്ട് പോകും. അല്ലാതെ ഞാൻ പറയുന്നവരെ ഇവിടെ എന്തായാലും ഇതൊക്കെ ഉണ്ടല്ലോ, ചെറുതൊക്കെ ഉണ്ടല്ലോ, ആട്ടിക്കൊണ്ട് എല്ലാവരും ഓടിച്ചു വിട്ടുകൊണ്ട് നിന്നോണം. ഞാൻ വടി പിടിക്കുന്നതിന് പഴുതാണല്ലോ കാവൽ മാലാഖ ആട്ടിക്കൊണ്ട് നിൽക്കുക. അതുകൊണ്ട് നിന്നോണം, ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് വരാമെന്ന്. ഭയങ്കര അത്ഭുതകരമായിട്ടായിരുന്നു. ഒരിക്കൽ പോലും ഈ കള ആക്രമിക്കാനായിട്ട് ഒരു പക്ഷി പോലും വന്നിട്ടില്ലെന്ന്. നിങ്ങൾക്ക് അങ്ങനെ കുടുംബത്തിൽ ഈ കാവൽ മാലാഖയുടെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ കുറേ പണികളൊക്കെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അനുഭവങ്ങളൊക്കെ മക്കളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏഞ്ചൽസ് ആർമി മാഗസിനിൽ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 7-8 വർഷം മുമ്പ് ഈ ഇസിദോറിൻ്റെ ഇത് എക്സ്പീരിയൻസ് വന്നിരുന്നു. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എൻ്റെ ഉള്ളിലിങ്ങനെ എപ്പോഴും അത്രയും ഒരു ഇതാണല്ലോ, അത്രയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് നമുക്കും കിട്ടില്ല എന്നുള്ളൊരു എപ്പോഴും ഇങ്ങനെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോയി, കോഴിക്കോട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കൊതുകാണ് അവിടെ, ഭയങ്കര കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ മക്കളും അപ്പനും ഫാൻ്റെ അടിയിൽ തന്നെ സ്ഥാനം പിടിച്ചു. അപ്പം ഞാൻ മാത്രം അവസാനം പുറത്തായി. എനിക്ക് എങ്ങനെ നോക്കിയിട്ട് ഫാൻ്റെ കാറ്റ് കിട്ടുന്നില്ല, ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? അപ്പം എന്നും കിടക്കാൻ നേരത്ത് കുഞ്ഞിലേ തൊട്ട് അമ്മ പ്രാർത്ഥിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, മാതാവിൻ്റെയും കാൽമാലയുടെയും മടിയിലിതാ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മേനെ കുഞ്ഞിലേ തൊട്ട് പ്രാർത്ഥിപ്പിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് അതിട്ട് ഞാനിപ്പോൾ എൻ്റെ മക്കളും അത് തന്നെ ചെല്ലുന്നുണ്ട്. അതൊക്കെയാണല്ലോ ഏറ്റവും വലിയ റിച്ച് സോഴ്സ്. ഫ്രാൻസിസ് പാപ്പ ഈയിടെ കൂടി പറഞ്ഞതാണ്, സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൈമാറ്റം ചെയ്തു വരുന്ന ചെറിയ ചെറിയ നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളാണെന്നുള്ളത്. ചേച്ചി പറഞ്ഞോളൂ. അപ്പം ഇത് ചെല്ലി അങ്ങോട്ട് കിടന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഇസിദോറിൻ്റെ കാര്യം ഓർത്തു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എന്നും മാതാവിൻ്റെ മടിയിൽ തലയും വെക്കും, കാലെടുത്ത് കാൽമാലാഖയുടെ മടിയിലും വെക്കും. കാൽമാലാഖയാണെങ്കിൽ ഇത്രയും വലിയ ചിറകുണ്ട്, വെറുതെ ഇരിക്കുകയാണല്ലോ രാത്രി മുഴുവൻ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ ചിറക് നിനക്കുണ്ടല്ലോ, ഈ അവിടെ പക്ഷികളെയൊക്കെ ഓടിക്കാമെങ്കിൽ നിനക്ക് ഒരു കൊതുകിനൊന്നും ഓടിക്കല്ലേ. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചു. എനിക്ക് കിടന്നുറങ്ങണം, എനിക്ക് ഫാനില്ല, പുതപ്പില്ല, അതുകൊണ്ട് എന്നെ കൊതുക് അടിക്കാതെ ഒന്ന് നോക്കിയേക്കണം. പിന്നെ ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ കൂടിയാണ് ചെയ്തത്, എന്നറിയാലോ. കാരണം അവർക്കൊക്കെ ഉണ്ടാവുള്ളോ, എനിക്ക് വരുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ കിടന്നു, വലിയ താമസമില്ലാണ്ട് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ചാച്ചനും മക്കളും നന്നായിട്ട് ചൊറിയുന്നുണ്ട്, കൊതുകടി കാരണം ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പതിയെ എഴുന്നേറ്റപ്പോൾ എന്നെ കൊതുക് കടിച്ചിട്ടും ഇല്ല, ഞാൻ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ഉറങ്ങിയത്. പിന്നെ ഇവരും എല്ലാവരും കൊതുകിൽ ഇത് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഈ നമ്മുടെ കാവൽമാലാഖ ഇടപെടുന്നത്. ജമ്മയുടെ ജീവിതത്തിലെ കുറേ പറഞ്ഞു തീരാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. ജമ്മ എപ്പോഴും പറയും, ഞാൻ എവിടെ പോയാലും മേളിൽ ഇങ്ങനെ 2 ചിറക് ഇങ്ങനെ പൊങ്ങി നിൽക്കുമെന്ന്, എവിടെ പോയാലും എൻ്റെ മേളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുമെന്ന്. അതോടൊപ്പം തന്നെ ജമ്മ പറയുന്ന രസകരമായ സംഭവം, ഇവർ മത്സരം നടത്തുമായിരുന്നു പറയുന്നത്.
ഇവർ ജമ്മയും ജമ്മയുടെ കാവൽ മാലാഖ എന്ന് മത്സരം നടത്തും. അതായത് ആരാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നതെന്ന്. ജമ്മ സാധാരണ സംഗീതത്തിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ഭാഗം ജമ്മ ചെല്ലും, നമ്മൾ പള്ളിയിലൊക്കെ ചെല്ലുന്ന പോലെ മറ്റേ ഭാഗം കാവൽ മാലാഖ ചെല്ലും. ഇവരൊരു ടൈറ്റ് കോമ്പറ്റീഷൻ, ആരാണ് ഒരു ദിവസം, അതായത് അങ്ങനെ തന്നെ പറയുന്നത് ഒരു സ്പിരിച്വൽ കോമ്പറ്റീഷൻ ഞങ്ങളുടെ ഇടയിൽ, അങ്ങനെ സ്പിരിച്വൽ റിവൽറി എന്ന് ഉപയോഗിക്കുന്നത്, ഒരു ആത്മീയ ശത്രുത പോലും, ആരാണ് ദൈവത്തെ കൂടുതൽ പ്രസാദിപ്പിക്കുന്നത്, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ. എന്നിട്ട് വേറൊരു ഭാഗത്ത് ജമ്മ പറഞ്ഞു വെക്കുന്ന കാര്യം നമ്മുടെ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മാലാഖമാരോട് ചേർന്ന് പോകുന്ന മക്കൾക്ക് പാപം ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന്. ജോർജ് ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ അനുവാദമില്ല, അവർ ഇടപെടില്ല എന്ന്. പക്ഷേ അങ്ങേയറ്റം നമ്മൾ വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ചില ഡീവിയേഷൻ കാണിച്ചാലും ഒരു പാപത്തിലേക്ക് ചില പെട്ടുപോകുന്ന ചില പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ വീഴാതിരിക്കാൻ വേണ്ടി മാലാഖ ഉറപ്പായിട്ട്, ജമ്മ പറയാണ്, ഞാൻ ചില പാപങ്ങളിലേക്ക് വീഴാൻ പോകുമ്പോൾ എൻ്റെ മാലാഖ അവിടെ കണ്ണു തുറിച്ച് ദേഷ്യപ്പെട്ട് ഇനി അങ്ങനെ ചെയ്താലെന്ന് പറഞ്ഞ് വടിയെടുത്ത് നിൽക്കുന്ന പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ചേച്ചി പറഞ്ഞു. മക്കളിങ്ങനെ പറയുന്ന ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പരീക്ഷയുടെ സമയത്തൊക്കെ ബുദ്ധിമുട്ടുള്ള, ചിലപ്പോൾ ഒന്നും എഴുതാൻ പറ്റാതിരിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, എന്ത് നിനക്ക് 0 മാർക്ക് മേടിച്ചിട്ട് വന്നാലും കുഴപ്പമില്ല, ഞങ്ങളൊന്നും പറയില്ല, പക്ഷെ നിങ്ങൾ കോപ്പി അടിക്കാനോ ചോദിച്ചെഴുതാനോ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വിടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇങ്ങനെ എല്ലാവരും എഴുതുന്ന, ചിലപ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പർ കൊടുത്തും നോക്കിയൊക്കെ എഴുതുന്ന കാണുമ്പോഴും ഇതുങ്ങളിങ്ങനെ ഇരിക്കും, കിട്ടിയില്ലെങ്കിലും അവിടെ ഇരിക്കും. അപ്പോൾ എഴുതണം എന്നൊക്കെ തോന്നിയാലും ഒരു വിഷമാന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നത് മാലാഖയുടെ ഒരു, കാരണം ഉള്ളിൽ ഇരുന്നോണ്ട് പറയൂല്ലോ ചെയ്യരുത് എന്നുള്ള. മാലാഖ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്നൊക്കെയാണ് വിശുദ്ധർ പറയുന്നത്. നമ്മളിങ്ങനെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനാവാത്തത് അങ്ങ് മാറി കോർണർ ചെയ്യപ്പെട്ടു പോകുന്നുള്ളത്. ഇത് കേട്ടോണ്ടിരിക്കുമ്പം ഒരു കാര്യം ഓർത്തേക്കണം, മാലാഖയെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യിപ്പിക്കാമല്ലോ എന്നൊരു തെറ്റായ ധാരണയിലേക്ക് എത്തരുതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവഹിതത്തിന് വിധേയപ്പെട്ടല്ലാതെ മാലാഖയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഉറപ്പിച്ചു വെച്ചോണം. ദൈവഹിതത്തോടനുസരിച്ച് ജീവിക്കാത്തവർക്ക് മാലാഖയെ കാണാനും പറ്റത്തില്ല എന്നുള്ള വാസ്തവമാണ്. അതാണല്ലോ അതിന്റെ പ്രൈമറി പാർട്ട്. അങ്ങനെയുള്ളവർക്കല്ലേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പറ്റുന്നു. ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റി വീഴാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മളെ മുഖ്യദൂതന്മാരോട് ഇത് പറയുവാണെങ്കിലും മാലാഖമാരോട് പ്രാർത്ഥിക്കുവാണെങ്കിലും ഇങ്ങനെ പറയുവാണെങ്കിലും നമ്മൾ ചെയ്യുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, ഈശോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ, അതും കൂടെ കൂട്ടിച്ചേർക്കും, ആഡ് ചെയ്യാൻ പറയാം. അതിപ്പോ നമ്മളാണെങ്കിലും ഇതിങ്ങനെ ഒരു ആവശ്യമുണ്ട്, പക്ഷെ ഈശോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞൊരു സംഭവം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഈ മാലാഖമാരോടൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കാം, നമുക്ക് വീട്ടിലേക്ക് തുടരാം. അടുത്തിടെ ഞാൻ സ്ഥിരം കുമ്പസാരിക്കാൻ പോകുന്ന ഒരു വല്യച്ഛനുണ്ട്. എന്നെ ഒത്തിരി, എനിക്ക് കൃത്യം ഒരു ദൈവാനുഭവം, ഈശോയുടെ മുമ്പിലിരിക്കുന്ന അതേ അനുഭവം ഈ വൈദ്യൻ എനിക്ക് എപ്പോഴും കുമ്പസാരം കൂടി തരാറുണ്ട്. ഞാൻ ഒരിക്കൽ കുമ്പസാരിക്കാൻ പോയപ്പോൾ, കുമ്പസാരമൊക്കെ കഴിഞ്ഞ് വർത്താനം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുക്ക് പറഞ്ഞൊരു അനുഭവമുണ്ട്. അച്ഛൻ്റെ അടുക്ക് സ്ഥിരമായിട്ട് കുമ്പസാരിക്കാൻ വരുന്ന ഒരു കുഞ്ഞിനുണ്ടായ അനുഭവമാണ്. അവൻ ഭയങ്കര പരിശുദ്ധരായ കുഞ്ഞാണ്, എപ്പോഴും മാലാഖമാരോടൊപ്പം സംസാരിച്ചു. അവൻ +2 വരെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ മാലാഖമാരോടൊപ്പം ജീവിക്കുന്ന, പാപത്തിലൊന്നും പെടാതെ ജീവിക്കുന്ന ഒരു കൊച്ച്, ആ ഏജിൻ്റെ പാപങ്ങളിൽ പെടാതെ ജീവിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലൊക്കെ അവന് 1 ടെംപ്റ്റേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്, പ്രലോഭനം കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് അവന് പല പ്രാവശ്യം കൂട്ടുകാരെ ഈ ചീത്ത മൂവി, അതായത് അശ്ലീല ചൊവ്വയുള്ള സിനിമകൾ കാണിക്കാനും ചെറിയ ക്ലിപ്പുകളൊക്കെ മൊബൈലിൽ കൊണ്ടുവന്ന് കാണിക്കാനൊക്കെ ഭയങ്കര ശ്രമം നടത്തി. അപ്പോൾ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് മാലാഖയുടെ ശക്തിയോടെ. അപ്പോൾ ഇവനെ കളിയാക്കാൻ തുടങ്ങി, നിനക്ക് എന്താ ആണാണ്, അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ഒന്ന് പ്രേമിച്ചില്ലെങ്കിൽ, ഒരു ചീത്ത പടം കണ്ടില്ലെങ്കിൽ നിനക്ക് എന്താ ആണാണെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നത്. ഇവനെ കുറച്ച് അവനെ ഹർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് അവനെ പ്രലോഭിപ്പിച്ച് അവനെ പാപം ചെയ്യിക്കാൻ തീരുമാനിച്ചു കൂട്ടുകാർ. അപ്പോൾ അവൻ പറഞ്ഞു, സ്കൂളിലൊരു പേടിയാണ്, എന്തായാലും തൊടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ കുഴപ്പമില്ല, കളി സ്ഥലത്തേക്ക് വന്നാൽ ക്ലാസ് കഴിയുമ്പോൾ അവൻ്റെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ സ്കൂൾ വിട്ട് വീട്ടിൽ പോയി യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോഴൊക്കെ വിറയ്ക്കാണ്. അവൻ ആദ്യമായിട്ട് തെറ്റ് ചെയ്യാൻ പോകുന്നതിന് പേടിയുണ്ട് അവന്. അപ്പോൾ ഇവനിങ്ങനെ വിറച്ച് ഷർട്ടൊക്കെ ഇട്ട്, കളിക്കാനുള്ള ഷർട്ടൊക്കെ ഇട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവൻ്റെ അതേ രൂപത്തിലും ഇവൻ്റെ അതേ സൈസിലുമുള്ള ഒരു പയ്യൻ മുമ്പിൽ നിൽക്കുന്നു. ഒന്നും മിണ്ടാതെ ഒറ്റയടി ഇവൻ്റെ കറകുറ്റി കൊടുത്തു. ഇവൻ തൂത്തോണ്ടിരുന്നപ്പോൾ പറയാണ്, മേലിൽ ഈ പണിക്ക് പോയിരുന്നു. പെട്ടെന്ന് മുമ്പിൽ ആരുമില്ല. ഇവരൊന്നുകൂടി തടവി നോക്കി, പാടുൾപ്പെടെയുണ്ട്, നല്ല വേദനയുണ്ട്. ഇവൻ കരഞ്ഞുകൊണ്ട്, ഞെട്ടിക്കരഞ്ഞുകൊണ്ട് അകത്ത് കയറിപ്പോയി. അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, മാപ്പ് കർത്താവേന്ന്. ഇവരുടെ അച്ഛൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ പറയണം, മോനെ അതാണ് നിൻ്റെ കാവൽ മാലാഖ. നിന്നെപ്പോലെ നിൻ്റെ പക്വതയിലും നിൻ്റെ പ്രായത്തിലും വളർന്നു വന്ന, സ്വർഗം തന്ന, നിന്നെ സംരക്ഷിക്കാൻ തന്ന കവചമാണ് മാലാഖയെന്ന്. ഇത് പറയുമ്പോൾ അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറയാണ്, ഇതുപോലെ കാവൽ മാലാഖ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ കൂടെ കൊണ്ടുവന്നത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും പാപത്തിൽ വീഴത്തില്ല, വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും പലപ്പോഴും തോന്നും, ചിലപ്പോൾ നമ്മൾ ചില പ്രായമായവരൊക്കെ കാണും, അല്ലെങ്കിൽ പല ഏജിലെത്തിയവർ കാണും, ഇതുവരെ കാവൽ മാലാഖയോട് ഒരിക്കലും കൂട്ടാവാത്തവർ കാണും. ഇത് അവർക്കുള്ള വലിയൊരു തിരിച്ചറിവിൻ്റെ ദിവസമാവട്ടെ. നിങ്ങൾ ഇതുവരെ കാവൽ മാലാഖയോട് കൂട്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ ദൂതൻ നിങ്ങൾക്കുണ്ട്.
നിങ്ങളുടെ കൂടെ വരാൻ, നിങ്ങൾക്ക് ചെവിയിൽ ഇതാണ് നിൻ്റെ വഴി, ഇതിലെ പോവരുത്, നിന്റെ പാപത്തിലേക്കുള്ള വഴിയാന്ന് പറഞ്ഞു തരാൻ. മക്കളുടെ കാര്യത്തിൽ, അവരെല്ലാ കാര്യത്തിലും, പഠന കാര്യത്തിലും, വിശുദ്ധിയുടെ കാര്യത്തിലും, സ്വഭാവത്തിൻ്റെ കാര്യത്തിലും, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും സഹായിക്കാൻ കഴിവുള്ള ഒരു മാലാഖ നമുക്കിപ്പോൾ ഉണ്ട്. നമ്മുടെ കുടുംബത്തിന് മുകളിൽ ഇതെപ്പോഴും കൈവിരിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു സാന്നിധ്യവും സാമീപ്യവും ആസ്വദിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കുടുംബം ഒന്നിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നീ സ്വർഗത്തിൽ നിന്ന ഏറ്റവും വലിയ സമ്മാനമായ ഞങ്ങളെ കാവൽമാലാഖമാരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ വിശുദ്ധിയിൽ നടക്കാൻ, ഞങ്ങളെ ആത്മാവ് തിരിച്ച് സ്വർഗത്തിലെത്താൻ, ദൈവപിതാവിൻ്റെ മടിയിലേക്ക് എത്തിക്കാനായിട്ട് വലിയ ഉത്തരവാദിത്വം കൊടുത്താണല്ലോ നീ കാവൽമാലാഖ അയച്ചിരിക്കുന്നത്. എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, അനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കാവൽമാലാഖയെ ഞങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഞങ്ങൾ മാപ്പ് പറയുന്നു. പ്രിയപ്പെട്ട കാവൽമാലാഖയെ, ഞങ്ങൾ ചേർന്ന് നിൽക്കണമേ. അശുദ്ധിയിൽ വീഴാതെ, പാപത്തിൽ വീഴാതെ, സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ഞങ്ങളുടെ തലമുറയെ മുഴുവൻ കാത്തുകൊള്ളണമേ. ഈ നിമിഷം മാതാപിതാക്കൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് മക്കൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, വിദൂര സ്ഥലങ്ങളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കാവൽമാലാഖയെ അവരുടെ കാവൽമാലാഖയോട് പറയാനായിട്ട് നിർബന്ധിക്കട്ടെ. ഞങ്ങളുടെ മക്കളുടെ സംരക്ഷണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണമേ എന്ന്, ആപത്തിലും അപകടത്തിലും സാത്താൻ്റെ കെണിയിലും വീഴാതെ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് കാവൽമാലാഖയെ നിന്നോട് ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, നീയാണല്ലോ ഞങ്ങൾക്ക് ഈ മാലാഖമാരെ പുതിയ നിയമത്തിൻ്റെ ഏടുകളിലൂടെ നന്നായി പരിചയപ്പെടുത്തി തന്നത്. അമ്മയുടെ ജീവിതത്തിലാണല്ലോ വളരെ പ്രകടമായ മാലാഖയുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കാട്ടിത്തന്നത് ആദ്യമായിട്ട്. അമ്മേ മാതാവേ, അമ്മയുടെ കാപ്പയ്ക്ക് കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കുമ്പോൾ കാവൽമാലാഖയോട് ചേർന്ന് നിൽക്കാൻ, അനുസരിക്കാനുള്ള കൃപ കൂടി ഈ മക്കൾക്ക് തരണമേ. നമുക്കൊന്ന് ചേർന്ന് കുടുംബം ഒന്നിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും സാന്നിധ്യവും സംരക്ഷണവും ഇത് നമ്മുടെ കാവൽമാലാഖയുടെ കൂട്ടും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കാവൽമാലാഖയെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഒരു പേരൊക്കെ ഇട്ട് കൂട്ടുനിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഈ രാത്രിയിൽ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക, ഇന്ന് തൊട്ട് ഞാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, കാവൽമാലാഖ ഒത്തിരി കൂടെ ഉണ്ടായിരുന്ന വിശുദ്ധ ജമ്മ ഗിൽഗാനി, ആ വിശുദ്ധയുടെ പുസ്തകം ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് സമ്മാനമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുക. ആമേൻ.